അവരില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. അവരെന്നെ മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇപ്പം ജീവനോടെ ഇല്ലായിരുന്നു. മക്കളുടെ അടുത്തെല്ലാം നമ്മുടെ വിഷമങ്ങളെല്ലാം അറിയിച്ച് വളർത്തുന്ന, അവരുടെ അടുത്ത് നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നതും നമ്മൾ അനുഭവിക്കുന്നതെല്ലാം പറഞ്ഞ് വളർത്തുന്ന അമ്മമാരുണ്ട്, അച്ഛന്മാരും പാരൻസ് ഉണ്ട്. ചില ആൾക്കാർ മക്കളെ മാക്സിമം ഒന്നും അറിയിക്കാതെ സുഖങ്ങൾ മാത്രം അവർക്ക് കൊടുത്തുകൊണ്ട് നമ്മളെ മനസ്സ് നീറുന്നത് ഒരുപക്ഷെ അറിയിക്കാതെ വളർത്തുന്ന അമ്മമാരും ഉണ്ട്. ഇതിലേതാണ് ആനിന് കൂടുതലും എങ്ങനെ വളർത്തണം എന്ന് ആനിന്റെ ഒരു അഭിപ്രായം? മക്കളെ എല്ലാ ഇമോഷൻസും അറിഞ്ഞ് വളർത്തണം. ഇപ്പം ഏറ്റവും കൂടുതലും ഷെയറിങ് ഇല്ലാത്തൊരു കാലഘട്ടം. പിള്ളേർക്ക് ഷെയർ ചെയ്യാൻ ഭയങ്കര മടിയാണ്. മറ്റുള്ളവരുടെ ഇമോഷൻസ് അറിയണം, കെയറിങ് വേണം. ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും മോള് വന്ന് പറഞ്ഞിട്ടൊക്കെ എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ചില കുട്ടികൾ നമ്മുടെ ഇമോഷൻസ് അറിയുന്നില്ല. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പാരൻസ് ഒരു ഇമോഷൻസും അറിയാണ്ട് വളർത്തിയത് കൊണ്ടായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മക്കളെ നമ്മളെല്ലാം അറിഞ്ഞ്, അതായത് മറ്റൊരാളോട് എങ്ങനെ പെരുമാറണം, മറ്റൊരാളുടെ ഇമോഷൻസ് എന്താന്ന് നോക്കിയിട്ട് വേണം, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം. ഇതൊക്കെ പഠിപ്പിച്ചാൽ മാത്രമാണ് ആ കുട്ടികളും വേറെ എന്താ പറയുക, ഇപ്പം പെൺകുട്ടികളാണെങ്കിൽ വേറെ വീട്ടിൽ പോയി ജീവിക്കേണ്ടതാണ്.